ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. ചന്ദ്രിക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സിദ്ധുവിൻ്റെ റൂമിൽ സിദ്ധുവിനെ വിളിക്കാൻ വന്നിട്ടാണുള്ളത്. വരൂ സാർ, ഭക്ഷണം കഴിക്കാം. എനിക്ക് ഭക്ഷണം വേണ്ട ചന്ദ്രികയെ, വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാർ. അമ്മായി സാറിനെ കാത്തിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാതെ. സാറൊന്ന് അമ്മായിയുടെ കൂടെ വന്നിരുന്നേ. വേണ്ട ചന്ദ്രികയെ, ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പം ചന്ദ്രിക അടുത്തിരുന്ന സ്റ്റൂളിൽ ഇരുന്നിട്ട് പറയാണ്, സാറ് കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട, ഞാനും ഇവിടെ തന്നെ ഇരിക്കാം. എന്താ ചന്ദ്രികയെ, നീ പോയി കഴിക്കേ. എത്ര നാളെന്ന് വെച്ചാ സാറിങ്ങനെ മേഘ പറഞ്ഞതും ഓർത്ത് വിഷമിച്ചിരിക്കുന്നേ. സാറായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഫീലിംഗ് ആവുന്നേ? വന്നേ, വരൂ സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടെ നിന്നും എണീറ്റ് സിദ്ധുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് സിദ്ധുവിനെ വലിച്ചു കഴിച്ച് കൊണ്ടുപോവാണ്. വന്നേ സാർ, വാ ഇങ്ങോട്ട്. അപ്പോൾ അവിടെ എത്തി ടേബിളിൻ്റെ അടുത്തെത്തിയപ്പോൾ മുത്തശ്ശൻ പറയാണ്, വാ മോനെ സിദ്ധു, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ചന്ദ്രിക ഒരു കോരി ചോറ് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ സിദ്ധു പറയാണ്, മതി. അത് കണ്ട് മുത്തശ്ശന് വല്ലാതായി. മോനെ സിദ്ധു, നീ മേഘ പറഞ്ഞത് മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്ന് നിൻ്റെ അമ്മ ജാനകി പറഞ്ഞു. മേഘ പറഞ്ഞത് കള്ളമാണെന്ന് വളരെ താമസിക്കാതെ തന്നെ എല്ലാവരും മനസ്സിലായിക്കോളും മോനെ. ഒരു മേഘ പറഞ്ഞതുകൊണ്ട് മാത്രം നീ കുറ്റക്കാരൻ ആവാൻ പോകുന്നില്ല മോനെ. മേഘ അങ്ങനെ പറഞ്ഞെന്ന് കരുതി നമ്മളാരും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഒരു പെണ്ണ് വിചാരിച്ചാൽ ആരുടെ മേൽ എപ്പോൾ വേണമെങ്കിലും ഇതുപോലുള്ള പല തരത്തിലുള്ള കേസും കെട്ടിവെക്കാം. പക്ഷേ കെട്ടിച്ചമച്ച എല്ലാ കേസുകളും കോടതിയിൽ എത്തുമ്പോഴേക്കും അത് താനേ ഡിസ്മിസ്സായി പോകും. പിന്നെ ഒരു കേസും നിലനിൽക്കില്ല. മുത്തശ്ശൻ പുച്ഛത്തോടെ പറയാണ്. അല്ല സിദ്ധു, മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആരെയെങ്കിലും നിന്റെ മനസ്സിൽ അവരുടെ സ്ഥാനത്ത് ചേർക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? അറിയുമോ? അതേ മുത്തശ്ശ, മേഘ ഇടയ്ക്കിടയ്ക്ക് പാർട്ടി മറ്റ് ഒക്കെ പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സിനൊപ്പം പോവായിരുന്നു. അങ്ങനെ അവൾ പോയപ്പോൾ അവൾ പോലും അറിയാതെ ആരോ അവളോട് മോശമായിട്ട് പെരുമാറി. അത് മനസ്സിലാക്കാതെ ഈ തെറ്റ് ഞാനാണെന്ന് ചെയ്തത് എന്ന് പറഞ്ഞ് അവൾ എല്ലാവരുടെയും മുന്നിലും എന്നെ കുറ്റപ്പെടുത്തുക. മോനെ സിദ്ധു, മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് അവൾക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണ് അവൾ നിന്നെ കുറ്റം ആരോപിച്ച് അവൾ പലതും പറഞ്ഞു നടക്കുന്നത്. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് അവൾ കണ്ടുപിടിച്ചില്ലെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകൂ. മഹേന്ദ്രൻ സാർ പറയാണ്, അതേ അച്ഛാ, എങ്കിൽ മാത്രമേ സിദ്ധു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾക്ക് നിയമത്തിൻ്റെ മുന്നിൽ പറയാൻ പറ്റൂ. മേഘ എല്ലാ ചാനലിലും കയറിയിട്ട് സിദ്ധുവിനെ മോശക്കാരനാക്കിയിട്ട് എനിക്കും എൻ്റെ കുഞ്ഞിനും നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് കാണുന്ന ആൾക്കാരെല്ലാം നമ്മളാണ് തെറ്റുകാർ എന്ന് കരുതി നമ്മളടുത്ത് തന്നെ വന്ന് ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ മേഘയുടെ ഗർഭത്തിന് ആരാണ് കാരണക്കാരൻ എന്ന് നമ്മൾ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ മേഘയുടെ ഭീഷണിക്ക് ഭയന്ന് ഈ വിവാഹം നീട്ടിവെക്കാമെന്ന് ആരും കരുതണ്ട. ഈ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിശ്ചയിച്ച സമയത്ത് നടന്നേ പറ്റൂ. ഒരു വെല്ലുവിളിയെന്നോണം മുത്തശ്ശൻ അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. പിന്നെ അവിടെ കൂടിയിരുന്നവരെല്ലാം വിഷമത്തോടെയായി. സിദ്ധു ആണെങ്കിൽ ഭക്ഷണം ചന്ദ്രിക വിളമ്പി കൊടുത്തിട്ട് അത് കുഴച്ചുകൊണ്ട് കളിക്കുകയാണ്, കഴിക്കാതെ. സാർ, ഭക്ഷണം കഴിച്ചേ. കഴിക്കൂ സാർ. എല്ലാവരും പിന്നെ സിദ്ധുവിനെ വിഷമത്തോടെ നോക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മഹേഷ് മനീഷിനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ്. മനീഷ് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റിയില്ല. മഹേഷ് ഓടിപ്പിടിച്ച് അവിടെ കൊണ്ടുവന്ന് വീണ്ടും കെട്ടിയിടുകയാണ്. എടാ ഇങ്ങോട്ട് വാടാ, ഇവിടെ ഇരിക്കടാ നീ. ഓടാൻ നോക്കുന്നോടാ എന്ന് പറഞ്ഞ് മനീഷിൻ്റെ കയ്യിൽ നിന്നും വീണ്ടും രണ്ടടി കിട്ടി. മനീഷ്, എന്നെ വെറുതെ വിട് മനീഷ്, എനിക്ക് പോകണം എന്ന് പറയാണ് മനീഷ്. മഹേഷ്, എന്നെ കെട്ടരുത്, എന്നെ അഴിച്ചുവിട് മഹേഷ്. എടാ, നിനക്കിനി പച്ച വെള്ളം പോലും തരില്ല, നീ ഇവിടെ തന്നെ പട്ടിണി കിടന്ന് ചാവടാ. മനീഷ് ഞരങ്ങി വിളിക്കുകയാണ്, എടാ മഹേഷേ. പിന്നെ ഇതാ ചന്ദ്രികയുടെ വീട്ടിൽ മഹേന്ദ്ര സാറും മുത്തശ്ശനും ജാനകിയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശന് ഫോൺ വന്നത്. ഹലോ, പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇൻസ്പെക്ടർ ഗായത്രിയാണ്. പറയൂ മാഡം. മേഘ ഇന്ന് സ്റ്റേഷനിൽ വന്നിരുന്നു. നിങ്ങളെന്തോ ധൃതി പിടിച്ച് സിദ്ധാർത്ഥിനും ചന്ദ്രികയ്ക്കും തമ്മിലുള്ള വിവാഹം നടത്തുകയാണെന്ന് അവൾ പറഞ്ഞു.
മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നറിയാതെ നിങ്ങൾ കല്യാണം നടത്താൻ പാടില്ല സർ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മേഘ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കുറച്ച് നീട്ടിവെക്കണം. നോക്ക്, ആരെയും ഭയന്ന് ഈ വിവാഹം മാറ്റിവെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇൻസ്പെക്ടറോട് മുത്തശ്ശൻ പറയാണ്, മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിന് പറ്റാതെ എൻ്റെ കുട്ടികളുടെ വിവാഹം നിർത്തിവെക്കാൻ നിങ്ങൾ അഡ്വൈസ് ചെയ്യേണ്ട. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കൂ സാർ. അപ്പം തന്നെ മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, എന്താ അച്ഛാ, ആരാ വിളിച്ചത്? സ്റ്റേഷനിൽ നിന്നും SI വിളിച്ചത് മോനെ. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം മാറ്റിവെക്കാൻ പറയുക. കാര്യങ്ങളൊന്നും അറിയുന്നതിന് മുമ്പേ സിദ്ധുവും ചന്ദ്രികയും തമ്മിലുള്ള വിവാഹം നിങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് SI പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞു. വാ മോനെ സിദ്ധു, ഇവിടെ ഇരിക്കുക. അല്ല മോനെ, ബാറിൽ ചെന്ന് മേഘയുടെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, നീ അന്വേഷിച്ചിരുന്നോ? അന്വേഷിച്ചു മുത്തശ്ശ. പാർട്ടിയിൽ മേഘയുടെ കൂടെ ഒരു 2-3 ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ അറിയാൻ കഴിഞ്ഞേ. എന്നാൽ ആ 3 പേരും പെൺകുട്ടികളായിരുന്നു. അതിരിക്കട്ടെ മോനെ, ഈ മനീഷ് ഇപ്പോൾ എവിടെയുള്ളത്? മനീഷ് UK പോയിട്ട് ഒരുപാട് നാളായി മുത്തശ്ശ. മേഘ കൺസീവ് ആണെന്നുള്ള വിവരം അവന് അറിയാമോ? ആക്ച്വലി ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ മനീഷിനെ ഫോണിൽ ഒരുപാട് തവണ ട്രൈ ചെയ്തതാ. പക്ഷേ അവൻ്റെ ഫോൺ നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറയാണ്, മനീഷ് UK പോയിട്ട് 5 മാസമായി. അവൻ ഈ ഗർഭവുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് മേഘ തന്നെ പറയുന്നു. മേഘ കാരണം ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ മുത്തശ്ശൻ പറയാം. അവളെ പണ്ടേ ഈ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു. മനസ്സലിവ് തോന്നി അവളോട് ആ ചെറിയ വീട്ടിൽ താമസിച്ചോളം പറഞ്ഞില്ലേ, അതാ ഏറ്റവും വലിയ കുഴപ്പമായത്. നോക്ക് സിദ്ധു, കുറച്ചു മുമ്പ് ആ സ്റ്റേഷനിൽ നിന്നും എന്നെ SI വിളിച്ചതേയുള്ളൂ. നിങ്ങളുടെ വിവാഹം നടത്തരുത് എന്ന് പറഞ്ഞ് ആ മേഘ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തെന്ന്. ഇത് കേട്ട് സിദ്ധു ചന്ദ്രികയെ നോക്കാണ്. ആ SIയും വിവാഹം നീട്ടിവെക്കാനാണ് പറയുന്നത്. ഞാൻ പറ്റില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. ഈ വിവാഹം നീട്ടിവെക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഈ വിവാഹം നടന്നിരിക്കണം. മോളെ ലക്ഷ്മി, കല്യാണത്തിന് കഷ്ടിച്ച് ഒരാഴ്ച മാത്രമേ ഉള്ളൂ. വീടെല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണല്ലോ. വീടെല്ലാം അലങ്കരിച്ച് കല്യാണ വീടാക്കി മാറ്റുക. പിന്നെ ഒരു കാര്യം, ഈ വീട്ടിൽ കരഞ്ഞ് സങ്കടത്തോടെ ആരും ഇരിക്കാൻ പാടില്ല. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. ആ മേഘ ഈ കല്യാണം മുടക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തെന്നിരിക്കും. പക്ഷേ ഞാൻ ഈ വിവാഹം നടത്തി കാണിക്കും. മുത്തശ്ശൻ അത്രയും പറഞ്ഞു ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും അവിടെ നിന്നും എണീറ്റ് പോയി. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും നേരെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. വണ്ടി നിർത്തി പോവാണ്. മഹേന്ദ്രൻ സാറ് പറയാണ്, വാ ലക്ഷ്മി, സ്ഥലം വെച്ച് വരാം. ലക്ഷ്മി, പൂജാരി അവിടെയുണ്ട്, വേഗം വാ. വരൂ സാർ, വരൂ മാഡം. വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അങ്ങേക്ക് സുഖം തന്നെയല്ലേ? അതെ, സുഖം തന്നെ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായിട്ടിരിക്കുന്നു. വരുന്ന മുഹൂർത്തത്തിൽ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അഡ്വാൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. വിവാഹം മണ്ഡപത്തിൽ നടത്തും എന്ന് ആണല്ലോ നിങ്ങൾ പറഞ്ഞത്? അതെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ നടത്താമെന്ന് വിചാരിച്ചത്. എനിക്ക് മനസ്സിലാവും സാർ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിച്ചതുപോലെ കല്യാണം ഭംഗിയായിട്ട് തന്നെ നടക്കും. അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ഞാൻ തനിയെ ചെയ്തോളാം. വളരെ സന്തോഷമുണ്ട്. നീ ആ പൈസയും എടുക്കുക. ഇതായേട്ടാ പൂജാരി, ഇതാ അഡ്വാൻസ്. ഒരു കുറവും വരുത്താതെ കല്യാണം ഭംഗിയായിട്ട് തന്നെ നടക്കണം. ഒരു കുറവും ഇല്ലാതെ മംഗളം നന്നായി നടക്കണേ ഭഗവാനെ. അതിനെന്താ, ഒരു കുറവും ഇല്ലാതെ തന്നെ നമുക്ക് നടത്താം. ശരി പൂജാരി, ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് ലക്ഷ്മി പറയാണ്, കല്യാണം മണ്ഡപത്തിൽ വെച്ച് നടക്കാത്തത് വിഷമമുണ്ട് ഏട്ടാ. ആരതി കോഫിയുമായിട്ട് വരികയാണ്. ആൻറ്റി കോഫി. അങ്കിൾ കോഫി. ആരതി, ചന്ദ്രിക എവിടെ? ചേച്ചി സിദ്ധുവേട്ടൻ്റെ റൂമിലുണ്ട്. ഞാൻ പോയി വിളിക്കട്ടെ? ഇപ്പോൾ വേണ്ട, ഞാൻ പിന്നീട് സംസാരിച്ചോളാം, മഹേന്ദ്രൻ സാർ പറയാം. അപ്പോഴേക്കും ചന്ദ്രിക അവിടെ എത്തി. അങ്കിൾ, ചന്ദ്രിക ചേച്ചി വന്നു. ലക്ഷ്മി അരിയിൽ പോയിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ എന്താ വല്ലാതിരിക്കുന്നേ? കരഞ്ഞോ? ഏയ് കരഞ്ഞില്ല അമ്മേ. കണ്ണിന് നല്ല ക്ഷീണുണ്ടല്ലോ, രാത്രിയിൽ ഉറങ്ങിയില്ലേ? അച്ഛൻ ചോദിക്കുക. അങ്ങനെയൊന്നും അച്ഛാ. ഇല്ല, നിന്നെ കണ്ടിട്ട് ഉറങ്ങിയതുപോലെ തോന്നുന്നേ ഇല്ല. മോളെ, എന്താണെങ്കിലും പറയൂ. ചന്ദ്രിക മനസ്സിൽ വിഷമത്തോടെ വിചാരിക്കുകയാണ്,
സിദ്ധു സാർ മേഘ കാരണം ഇപ്പോൾ കുടിയും തുടങ്ങി. രാത്രി മുഴുവൻ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. ചന്ദ്രിക ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, സിദ്ധു മേഘയുടെ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ മോളെ? അതേ അച്ഛാ, മേഘ പറഞ്ഞ ഈ ഒരൊറ്റ വിഷയം കാരണം സാറ് മാനസികമായി തകർന്നുപോയി. എത്ര സന്തോഷത്തോടെ ജീവിച്ചവനാ അവൻ. അവനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചല്ലോ അവൾ. അവനെ ശ്രദ്ധിക്കണം മോളെ. ശരി അച്ഛാ. എന്നിട്ട് ആരതിയെ വിളിക്കുകയാണ്. കപ്പ്. നമസ്കാരം സാർ. നമസ്കാരം. വരൂ വരൂ, ഇരിക്കൂ. നിങ്ങളും ഇരിക്കൂ. ശരി. അറിയൂ സാർ, വരുന്ന മുഹൂർത്തത്തിൽ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം ദേവീക്ഷേത്രത്തിൽ വെച്ച് നടക്കാൻ ഇരിക്കുക. ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്താം എന്ന് പറഞ്ഞതല്ലേ? അതെ, ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം താങ്കൾക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന് അച്ഛൻ പറഞ്ഞു. അത് നല്ലത് തന്നെയാണ്. ഈ പ്രശ്നമുള്ളത് കൊണ്ട് കല്യാണത്തിന് വരാൻ എല്ലാവരും മടിക്കും. അത്രയും വലിയ ഓഡിറ്റോറിയത്തിൽ ആരും വന്നില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. ആയാലും അമ്പലത്തിൽ കല്യാണം വെക്കുന്നതാ നല്ല തീരുമാനം. ആരും വന്നില്ലെങ്കിലും ദേവി സാക്ഷിയായി ഉണ്ടാവുമല്ലോ. ദേവിയുടെ അനുഗ്രഹം കുട്ടികൾക്ക് ഉണ്ടായാൽ മതി. അതെ അതെ, അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചത്. ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നത് കൊണ്ട് സദ്യയിൽ മാറ്റമൊന്നുമില്ല. ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് വേണ്ടത്. ഒരു കുറവും വരാൻ പാടില്ല. ഭക്ഷണം അധികം ഉണ്ടായാലും കുഴപ്പമില്ല. പാവപ്പെട്ടവർക്ക് കൊടുക്കാം. നിങ്ങൾ ചിലവിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. സദ്യ നന്നായിരിക്കണം. അതിനെന്താ, ഭംഗിയായിട്ട് തന്നെ ചെയ്തു തരാം. ലക്ഷ്മി, പോയി പൈസ എടുത്തിട്ട് വരൂ. ശരി ഏട്ടാ. ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. സിദ്ധുവിനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം. വളരെ നല്ല കുട്ടിയാണ്. ഇതുപോലെ ഒരു തെറ്റ് ഒരിക്കലും അവൻ ചെയ്യില്ല. ഇതുപോലൊരു കുറ്റം മേഘ പറയുന്നെങ്കിൽ അതിന് കാരണമില്ലാതിരിക്കില്ലല്ലോ. മേഘ എന്തോ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. മേഘ നിങ്ങൾ വളർത്തിയ കുട്ടിയല്ലേ. അവൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിൻ്റെ അന്ന് അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഇത് പിന്നെ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ മേഘയുമായി എന്തെങ്കിലും പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പാക്കുക. എന്നെ നിങ്ങൾ ഒരു കുടുംബത്തിലെ ആളായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. മറ്റൊന്നും വിചാരിക്കരുത്. അങ്ങനെയൊന്നും വിചാരിക്കില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം ചിന്തിക്കാം. തരൂ ലക്ഷ്മി. ഇതാ ഏട്ടാ, ഇത് അഡ്വാൻസായി വെച്ചോളൂ. കല്യാണ സദ്യ ഗംഭീരായിരിക്കണം. ഒരു കുറവും വരുത്താൻ പാടില്ല. ശരി സാർ, ഭംഗിയായിരിക്കും. ഒരു കുറവും വരില്ല. അപ്പം ഞാൻ ഇറങ്ങട്ടെ. പിന്നെ മഹേന്ദ്രൻ സാറ് ലക്ഷ്മിയോട് പറയാണ്, എല്ലാ കാര്യവും ചെയ്യാം. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. പിന്നെ മനോഹരനും മുത്തശ്ശിയും മേഘയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, മേഘ, എന്താ അമ്മാവാ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താ അമ്മാവാ, പറയ്. നീ അറിയാതെ തന്നെ അവർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓഹോ. അപ്പോൾ മനോഹരൻ, മേഘ, കല്യാണത്തിന് പാചകം ചെയ്യുന്നത് ആരാണെന്നറിയോ? സുബ്രഹ്മണ്യ അയ്യരാണ്. മനോഹരൻ, കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് നിർത്താനേ കഴിയില്ല. എന്താ അമ്മാവായി പറയുന്നത്? ശരിക്കും സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് നടത്താനാണോ തീരുമാനിച്ചിരിക്കുന്നത്? എന്താ മോളെ, ഞാനെന്തിനാ ഇതിനൊക്കെ നിന്നോട് നുണ പറയുന്നത്? നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടേയില്ല. ഏത് തീയതിയിൽ ഏത് മുഹൂർത്തത്തിൽ കല്യാണത്തിന് ക്ഷണക്കത്ത് അടിച്ചു വെച്ചോ അതേ മുഹൂർത്തത്തിൽ തന്നെ അതേ തീയതിയിൽ തന്നെ കഴിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. മേഘ അവിടെ നിന്നും ദേഷ്യത്തോടെ എണീക്കാണ്. അപ്പം മനോഹരൻ, മോളെ, മഹേന്ദ്രൻ ഒരുപാട് പിടിപാടുള്ള ആളല്ലേ. നീ കൊടുത്ത കേസ് ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. മേഘ, നിന്റെ ഗർഭത്തിന് കാരണം ആരാണെന്ന് ഒരു പ്രാവശ്യമല്ല, ഒരു 4 പ്രാവശ്യമെങ്കിലും നീ ആലോചിക്കുക. ചുമ്മാ സിദ്ധു ആണ് ആളെന്ന് വിചാരിച്ച് വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. അവർക്ക് കല്യാണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം, പക്ഷേ അവർക്ക് കല്യാണം നടത്താൻ പറ്റില്ല. അവരെല്ലാ ഏർപ്പാടും നടത്തട്ടെ. ഈ കല്യാണം ഞാൻ എങ്ങനെയാണ് മുടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കോ. മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി സിദ്ധു അല്ല. അപ്പോൾ ആരായിരിക്കും അത്? മുത്തശ്ശി തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. മേഘയും അരിശത്തോടെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് മലർ ഒരിടത്ത് വന്ന് വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ സിദ്ധു പോയിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ മലർ, നീ ഇവിടെ തനിച്ചു വന്നിരിക്കുന്നത്? എന്തെങ്കിലും വിഷമമുണ്ടോ? നിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? സിദ്ധു എൻ്റെ അമ്മയെ എന്നിൽ നിന്നും അകറ്റുകയാണോ? അയ്യോ, എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? ഞാൻ
മോളുടെ അമ്മ, മോള്, നമ്മൾ 3 പേരും അടങ്ങുന്ന ഒരു കുടുംബമല്ലേ നമ്മുടേത്. മോളോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മോള് വിഷമിക്കണ്ട. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. See you all.